Music please. Rolling techniques by Master Sai Krishna, Ashok B and Master Maheshwar. ഏകാഗ്രത, കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ്. നിങ്ങൾ കാണുന്ന ബോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ആളിനെ അവന്റെ കാലുകൊണ്ട് അവൻ കൺട്രോൾ ചെയ്ത് ആ ബോട്ടിൽ അടിച്ചിടുന്ന ഒരു രംഗമാണ്. കിട്ടിയില്ല. അറിയാം, കാണുന്ന പോലെ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. എല്ലാവർക്കും പ്രസംഗിക്കാൻ അറിയാം, പക്ഷെ പ്രാവർത്തികമാക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. അവൻ പലതവണ വിചാരിക്കണം അത് ചെയ്യണമെങ്കിൽ. കിട്ടിയില്ല. അഗൈൻ യു ട്രൈ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. ഓരോ കാര്യങ്ങള് നമുക്ക് കാണുമ്പോൾ എളുപ്പമാണ്, കേൾക്കുമ്പോൾ എളുപ്പമാണ്, പക്ഷെ പ്രാക്ടിക്കലി അത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. കിട്ടിയില്ല. 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു. വീണ്ടും അവൻ ഒരിക്കൽ കൂടി ഒന്ന് കൈയടിച്ചു കൊടുത്തേ. കിട്ടിയില്ല. 4 പ്രാവശ്യമായി. ഈ സമയത്തെല്ലാം ആ കുട്ടിയുടെ മൈൻഡിൽ നിങ്ങൾ മനസ്സിലാക്കണം, ടെൻഷൻ ആവുമ്പോൾ ഇതായിട്ടുള്ള അവസ്ഥ. നിങ്ങൾ ഒരിക്കൽ കൂടി അത് ട്രൈ ചെയ്യും. മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കലും ഒരു കാര്യത്തിന് പിറകോട്ടില്ല. ആ കുട്ടിയുടെ മൈൻഡ് ഇത് അവൻ എവിടെ ആവുന്നോ അവിടെ വരെ ചെല്ലും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. താങ്ക് യു. ദ നെക്സ്റ്റ് ബേസിക് കരാട്ടെ ടെക്നിക്, കരാട്ടയുടെ അടിസ്ഥാന വിദ്യകളുടെ പ്രതികരണം. Next, there is a striking technique with hammer by Kumari Sumitra Pia.
ഇതുപോലുള്ള മാർഷൽ ആർട്ടുകൾ പഠിക്കുമ്പോൾ ആ ഒരു ധൈര്യം അവരുടെ മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഈ ഓട് പൊട്ടിക്കൽ അല്ല കരാട്ടെ ഉള്ളതെന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. എത്ര വലിയ ആളാണെങ്കിലും ആ കൈകൊണ്ട് മുഖത്തോട്ട് ഒരടി വരുമ്പോൾ തീർച്ചയായിട്ടും അത് എഫക്ട് ചെയ്യും. അതാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും സുഭദ്രയുടെ ജീവിതത്തിൽ എന്നും ഇതൊരു സ്വപ്നമായി കിടക്കും. ദ നെക്സ്റ്റ് കട്ട മൂവ്മെന്റ്സ്. കരാട്ടയിലെ ഒരു ഒളിമ്പിക് സ്പോർട്ടാണ് കരാട്ടെ. അതിലൊരു മത്സര ഇനമാണ് കട്ടാസ് എന്ന് പറയുന്നത്. ചുവടുകളുടെ വിവിധങ്ങളായ ചുവടുകളുടെ പ്രദർശനം. We are performing jumping side kick with the tile breaking by Kumari Meenakshi Siya and Kumari Amaya Sandeep. കൈകൾക്ക് മാത്രമല്ല കാലുകൾക്കും ശക്തി ഉണ്ടെന്ന് മീനാക്ഷിയും കുമാരി അമയ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ബെൽറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന യെല്ലോ ബെൽറ്റ് കരാട്ടെ തുടങ്ങി വൈറ്റ് ബെൽറ്റ് തുടങ്ങി ആദ്യ ബെൽറ്റാണ് യെല്ലോ. നിങ്ങളുടെ സെന്ററിൽ കാണുന്ന ബെൽറ്റ് ഓറഞ്ച് രണ്ടാമത് കിട്ടുന്ന ബെൽറ്റാണ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽറ്റ് ഗ്രീൻ മൂന്നാമത് കിട്ടുന്നതാണ്. അങ്ങനെ ഓരോ കടമ്പ കടന്ന് ബ്ലാക്ക് ബെൽറ്റ് നേടി വരുന്നു. ഏറ്റവും പിറകില് ബ്ലൂ റെഡ് കാണുന്നുണ്ട്. അത് മത്സരങ്ങൾക്ക് വേണ്ടി രണ്ട് ടീമിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ബ്ലൂ റെഡ് ഉപയോഗിക്കുന്നത്. അതിന് ജാപ്പനീസ് പദത്തില് അക്ക ആവോ എന്ന് പറയും. ഇവരെ രണ്ട് പെൺകുട്ടികൾ കാലുകൊണ്ട് ഓട് ബ്രേക്ക് ചെയ്ത് ചാടി ചവിട്ടി പൊട്ടിക്കുന്ന രംഗമാണ്. ഒരു ചവിട്ടും ഉണ്ടാകും, ഒന്നും പറ്റില്ല, ഒന്നുകൂടി ചവിട്ടും.